ഈ സോളർ റിലീസ് ചെയ്യണ സമയത്തേ എല്ലാവരും ചോദിക്കുന്ന സംശയമാണ്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷേ വീഡിയോസ് പലതും കാണുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ വീണ്ടും ആൾക്കാർ സംശയം ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ചെറിയ വീഡിയോ ആണ്. അതായത് സോളിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു അബോർഷൻ ചെയ്തൊരു കുടുംബത്തിൽ ഈ സോള് ഒരാളുടെ മേത്ത് നമ്മൾ റിലീസ് ചെയ്ത് കളയുന്നു. അപ്പോൾ അയാളുടെ ചോദ്യം വേറൊന്നുമല്ല, ഈ ഒരു സോള് എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ ഉപദ്രവിക്കുക? മറ്റുള്ള ഒരു സോൾ എങ്ങനെ 3 പേരുടെ ശരീരത്തിൽ കയറുന്നു? പക്ഷേ നമ്മൾ സാധാരണ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇടത്ത് പോയി കഴിഞ്ഞാൽ 2-3 പേർക്ക് സോളുണ്ടെന്ന് പറയും. അവിടെ ആക്ച്വലി ഒരു അബോർഷൻ നടന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ 3 പേരുടെ മേത്ത് കയറണമെന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായ ന്യായമായ സംശയമാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ വന്ന ഒരാളും ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ സെഷൻ ചെയ്യാൻ ഒരു സമയത്ത് കണ്ടുപിടിച്ചാണ് സോളിൻ്റെ പ്രസൻസ് ഞാൻ കണ്ട്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ സോള് ഒരു അബോർഷൻ സോള് കാണാനുണ്ടല്ലോ എന്ന്. അപ്പോൾ പുള്ളി സംഭവം ശരിയാണ്, അമ്മ അബോർഷൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആക്ച്വലി ഇത് ബാധക്കാരന് വേണ്ടി വന്നതാണ്, പക്ഷേ ബാധ ആയിരുന്നില്ല, സോളായിരുന്നു. ബാധ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അത് നമ്മൾ അതെടുത്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് സോളിനെ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ച് ഈ ഒരു ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വീണ്ടും പറയണം, എന്നാലും പറയാണ്ടിരിക്കാൻ നിർത്തിയിട്ടാണ് ആൾക്കാർ പിന്നെയും ചോദിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഒറ്റ ചോദിച്ചുള്ളൂ, ഭദ്രകാളി എന്ന് പറഞ്ഞ ആൾ എത്ര ഉണ്ട്? പുള്ളി പറയണം. എത്ര ക്ഷേത്രമുണ്ട്? അത് ഇപ്പോൾ 10,000-2,000-3,000 ഒക്കെ ഉണ്ടാവും കൂടാ. ഇത് എത്രയേ ഉള്ളൂ ഉത്തരം. അപ്പോൾ എനർജി ഇതുപോലെ സോളുകൾക്കും അല്ലെങ്കിൽ ഇതേപോലത്തെ ആളുകൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എനർജി ഡിവൈഡ് ചെയ്യാം. മനുഷ്യന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ സുധീഷ് പറഞ്ഞേ ഉള്ളൂ, 2ാമത് എനിക്ക് ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എനർജി ഫോം ഓഫ് എനർജിക്ക് അത് എത്ര വേണമെങ്കിലും ആവാൻ പറ്റും. അതിൻ്റെ അംശങ്ങളും എത്ര വേണമെങ്കിലും ആക്കാൻ പറ്റും. അതാണ് എൻ്റെ തത്വം. അപ്പോൾ ഒരു സോള് ഇപ്പോൾ നമ്മൾ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സോള് ചിലപ്പോൾ ആ അബോർഷൻ ചെയ്യുന്ന സ്ത്രീയുടെ മേത്ത് കയറില്ല. ചിലപ്പോൾ ഭർത്താവിൻ്റെ മേത്തും അല്ലെങ്കിൽ കുട്ടിയുടെ മേത്ത് വരേക്കും കയറുക. 2 പേരെ മേത്ത് കയറും. ചിലപ്പോൾ ഒരാളുടെ മേത്ത് മാത്രം കയറും. ഇപ്പോൾ മോൻ്റെ മേത്ത്. ഇപ്പോൾ മോനെ വളർത്താൻ വേണ്ടിയിട്ടാണ് അബോർഷൻ ചെയ്യണമെന്ന് വിചാരിക്കും. ആ മോൻ്റെ മേത്ത് ഉറപ്പായിട്ടും കയറിയിട്ടുണ്ടാവും. ഇനി ഭർത്താവ് നിർബന്ധിച്ചിട്ടാണ് അബോർഷൻ ചെയ്യുന്നത് വിചാരിക്കും, ഉറപ്പായിട്ടും ഭർത്താവിനെ പിടിക്കും. ഒരു സംശയം വേണ്ട. നമ്മൾ പറയണതും ചെയ്യണതും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. ഇനി വേറൊരു ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് ക്ലയൻസ് കുറവായിരുന്നു എനിക്ക്. ആദ്യം ഒരു ഡെയിലി ഒരാൾ അല്ലെങ്കിൽ 2 ആൾ ഇപ്പോൾ ഒരു ദിവസം ഉണ്ടാവില്ല ആദ്യകാലത്ത്. പിന്നെ അത് ഡെയിലി ആൾ വന്ന ഒരു ലെവലിലേക്ക് വന്നു. ഇപ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത്രയും ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഞാനത് മാനേജ് ചെയ്ത് ഒരു മാക്സിമം ഒരു 4 പേരെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് ഒരു 10-ാം തീയതിക്ക് അല്ലെങ്കിൽ ഒരു 15-ാം തീയതിക്ക് ഒരാൾ ബുക്ക് ചെയ്യണമെന്നിരിക്കും. ഞാൻ ബുക്കിംഗ് കൊടുക്കില്ല, ചോദിക്കണം. ഞാൻ പറയും ആ സമയത്ത് വരാൻ പറയും. ഇത് 2-3 കേസിൽ ഇങ്ങനെ പറ്റി. എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. ഞാൻ ഡേറ്റ് കൊടുത്തു, ഒരാൾക്ക് ഡേറ്റ് കൊടുത്തു, ഇന്ന ദിവസം ചെയ്യാം എന്ന് പറയും. ആക്ച്വലി ആ ഡേറ്റ് കൊടുത്ത അന്ന് മുതൽ ഇയാൾക്ക് ഭയങ്കര സംഭ്രമം തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ വിളിച്ച്, സാറേ ഭയങ്കര പ്രശ്നങ്ങളാണ് സാറേ, അത് അന്ന് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ തുടങ്ങി, ഭയങ്കര സംഭ്രമമായി എന്ന് പറയും. ഞാൻ അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ഇരിക്കുന്ന സാധനത്തിന് അറിയാം, സോളിനറിയാം പുള്ളിനെ അവിടെ നിന്ന് എടുക്കാൻ പോയെന്നുള്ളത്. അങ്ങനെ എടുക്കാൻ പറ്റിയ ഈ ആളാണ് ഈ വന്നേക്കണേന്ന് അറിയാം. ദേവി കൂടെ ഉള്ളതുകൊണ്ടും അതിനെ അറിയാം. അവർക്ക് അവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല. ആക്ച്വലി അവരവിടെ നിന്ന് പോകേണ്ട ആൾക്കാരാണ്, ലൈറ്റിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അറിയില്ല ലൈറ്റിലേക്കാണ് പോകേണ്ടത്, ഞങ്ങൾ ലൈറ്റിലേക്കാണ് പോകേണ്ടത്. അല്ല, അവർ ഇവിടെയാണ് ഞങ്ങളുടെ ഇരിപ്പ് സ്ഥലം എന്നാണ് വിചാരിക്കുന്നത്. അന്ധകാരത്തിലല്ലേ അവർ ഇരുന്നേച്ചത്. അപ്പോൾ അവിടെ ഒരാളുടെ ശരീരത്തിൽ കയറി കഴിയുമ്പോൾ ഇതാണ് ബെറ്റർ എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള എനർജിയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ നിന്ന്, അയാളുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇളകും. ഇളകി കഴിയുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അയാൾക്ക് ഭയങ്കര സംഭ്രമമായിരിക്കും. ഇതിപ്പോൾ ഒരു 4-5 കേസുകളായി ഇതേപോലെ. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാൾ മുന്നേ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഡിസൈഡ് ചെയ്ത് ഇനി അപ്പോയിൻമെൻറ്റ് അങ്ങനെ കൊടുക്കണ്ട. ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ പേരൊക്കെ എഴുതി വെക്കും. ചിലപ്പോൾ മൊബൈലിൽ നമ്പർ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഒന്നുകിൽ ഇപ്പം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ മെസ്സേജ് അയക്കും ആ ആൾക്കാരോട്. ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മെസ്സേജ് അയക്കും. ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ പറയും. അപ്പോൾ ആൾ വെയിറ്റിങ്ങിലാണ്. അവരപ്പം തന്നെ മെസ്സേജ് അയക്കും, ചെയ്യാൻ സാറേന്ന് പറയും. അപ്പോൾ ഞാൻ ടൈം കൊടുക്കും. അങ്ങനെ ടൈമിൽ ഒരു 3-4 പേർക്ക് ഞാൻ ചെയ്യാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന എൻ്റെ ആരോഗ്യം പോലെ ഞാൻ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതൊക്കെ ഒരു വളരെ രസമുള്ള ഒരു തമാശയായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് വലിയൊരു സംഗതി കൂടിയാണ് ഈ ബാധ വിഷയങ്ങൾ വരുമ്പോൾ.
അപ്പോൾ അബോർഷൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കളയാൻ തന്നെ വേണം. കാരണം ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. അബോർഷൻ സോള് ഇരുന്നാൽ അത് ഭയങ്കര പ്രശ്നമാണ്. വേറെ എത്ര ശത്രുബാധ വന്നാൽ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ തന്നെ ഇതിപ്പോൾ മനസ്സിലാക്കിയിട്ട് അതിന് നാളൊന്നും ആയിട്ടില്ല. അതായത് ഒരു 8-9 മാസമൊക്കെ ആയിട്ടുള്ളൂ. അന്ന് മുതലാണ് ഞാനിതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. അതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമെന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് കൂടുതൽ അനുഭവങ്ങളായപ്പോൾ ഒത്തിരി കേസുകൾ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഓരോ ആളുകളുടെ ദുരന്ത കഥകളൊക്കെ. ഇപ്പം പിന്നെ ദുരന്ത കഥകൾ ഞാൻ കേൾക്കാൻ നിൽക്കാറില്ല. കാരണം ഓൾറെഡി ഇവർ പറയാൻ പോകണമെന്ന് എനിക്കറിയാം. ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്തു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ സംശയമുണ്ട്, നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ അറ്റാക്സ് ഉണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി ക്ലിയറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതിൻ്റെ ആ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പങ്കെടുക്കാം. ഒരു 1 hour സെഷനാണ്. ഈ 1 hour സെഷനിൽ നിങ്ങളിലുള്ള എലിമെൻറ്റ്സ്, നെഗറ്റീവായുള്ള എന്ത് എലിമെൻ്റ് ആയിക്കോട്ടെ, മൊത്തം നമ്മൾ ക്ലിയർ ചെയ്ത് ലൈറ്റിലോട്ട് പറഞ്ഞേക്കും. 1 മണിക്കൂർ ആണ് സമയം. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ കൊല്ലൂർ മൂകാംബികനെ പോയി കണ്ട് തൊഴുത് വന്ന ശേഷം ഞാൻ അവിടെ ഒന്ന് ഒരു ഹരിശ്രീയൊക്കെ എഴുതിയായിരുന്നു. മറ്റേ നമ്മൾ വിദ്യാരംഭം എന്ന് പറയില്ലേ, ആ സംഗതി അവിടെ നമ്മൾ ദൈവനോട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നുകൂടി എൻ്റെ പവർ കൂടിയിട്ട് തോന്നുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ചെയ്യാനിരുന്നപ്പോൾ ഒരു അരമണിക്കൂറായപ്പോഴേക്കും പരിപാടി കഴിഞ്ഞു. എനിക്ക് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ക്വിക്കായിട്ട് തന്നെ ഈ എനർജി എനിക്ക് റിലീസ് ചെയ്യാനുള്ള കുറച്ചും കൂടി ഒരു എന്നെ ദേവി ഒന്ന് പൊന്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്രേഡൊന്ന് കൂട്ടി എന്ന് പറയാം. ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ന് ഇപ്പോൾ സെഷൻസ് ചെയ്തിട്ടിരിക്കുന്ന എനിക്ക് ഒരു ക്ഷീണമില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഞാൻ കുറച്ച് ടയർഡായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചാർജാണ്, എനർജറ്റിക്കാണ്. ഇപ്പോൾ സെഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ എന്നാലും ചാർജ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ദൈവാനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ദേവിയുടെ ആ കൊല്ലൂരമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.